ബ്രസീൽ വേഴ്സസ് ഹെയ്ത്തി മത്സരം. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഹെയ്ത്തിയെ ബ്രസീൽ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിൽ തങ്ങളുടെ ആദ്യ വിജയം ബ്രസീൽ നേടുന്നത്. ഇതോടുകൂടി റൗണ്ട് ഓഫ് 32ലേക്ക് ഒരു സാധ്യത ഉറപ്പിക്കുകയാണ് ബ്രസീൽ. ഇനി അടുത്ത മത്സരം വരുന്നത് സ്കോട്ട്ലൻഡിനെതിരെയാണ്. ആ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ റൗണ്ട് ഓഫ് 32 ഉറപ്പിക്കാൻ ബ്രസീലിന് സാധിക്കും. നമ്മൾ ബ്രസീലിൻ്റെ ആദ്യ മത്സരത്തിൽ മൊറോക്കോക്കെതിരെയുള്ള ഒരു 1-1 സമനിലയാണല്ലോ കണ്ടത്. മത്സരത്തിൻ്റെ റിസൾട്ട് ആ സമനിലയിൽ പോലും ബ്രസീലിനെ വിമർശിക്കുന്ന ട്രോളുന്ന കാഴ്ച കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബ്രസീലിനെ വിമർശിക്കുന്നത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. മൊറോക്കോ എന്ന് പറയുന്ന ടീമിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത അറിയാത്ത ആളുകളായിരിക്കാം ഇത് ചെയ്യുന്നത്. ആരാണ് മൊറോക്കോ? എങ്ങനെയുള്ള ടീമാണ് മൊറോക്കോ? നിലവിൽ ആഫ്കോൺ ചാമ്പ്യന്മാരായിട്ടാണ് ഈ വേൾഡ് കപ്പിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ നമ്മൾ ഫിഫ റാങ്കിങ് നോക്കുകയാണെങ്കിലോ 6ഉം 7ഉം സ്ഥാനക്കാരാണ്. അവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴാണ് ഒരു 1-1 സമനില ആ ഒരു റിസൾട്ടിലേക്ക് ആ മത്സരത്തെ എത്തിച്ചത്. മാത്രമല്ല 2022 വേൾഡ് കപ്പിൽ എന്താണ് കണ്ടത്? ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് സെമി വരെ മാർച്ച് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ആരൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്? സ്പെയിൻ, പോർച്ചുഗൽ, ബെൽജിയം അടങ്ങുന്ന വമ്പന്മാരെ കീഴടക്കിക്കൊണ്ടാണ് മൊറോക്കോ സെമി വരെ എത്തുന്നത്. അത്രയും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന സമകാലിക ഫുട്ബോളിൽ ഏറ്റവും സക്സസ്ഫുൾ ആയ ടീമാണ് മൊറോക്കോ. ആ ഒരു മൊറോക്കോക്കെതിരെ ഒരു സമനില വഴങ്ങുന്നത് ഒട്ടും നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമില്ല. അതൊരു നല്ല റിസൾട്ട് തന്നെയാണെന്ന് ഞാൻ പറയും. ഇനി നമ്മൾ ഹെയ്ത്തി ബ്രസീൽ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഹെയ്ത്തിക്ക് മത്സരത്തിൻ്റെ ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് ആ മത്സരത്തെ കൊണ്ടെത്തിക്കാൻ ബ്രസീൽ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. വിനീഷ്യസ് ജൂനിയർ, വാട്ട് എ പെർഫോമൻസ്! ബ്രസീൽ ഹെയ്ത്തി മത്സരത്തിൽ ഒരു ഗെയിം ചേഞ്ചിങ് പെർഫോമൻസ് ആണ് ഈ മനുഷ്യൻ നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തെയാണോ ഒരു ക്ലബ്ബ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത്? നോ, ഇദ്ദേഹം രാജ്യത്തിനും കൂടി വേണ്ടി ജനിക്കപ്പെട്ടവൻ തന്നെയാണ്. 3 ഗോളുകൾക്കാണ് ആദ്യ വിജയം അവർ സ്വന്തമാക്കുന്നത്. ഈ വേൾഡ് കപ്പിൽ ആദ്യ വിജയം ബ്രസീൽ സ്വന്തമാക്കുന്നത്. ആ 3 ഗോളിലും ഈ വിനീഷ്യസിൻ്റെ കോൺട്രിബ്യൂഷൻ നടന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഗോള് എങ്ങനെയാണ്? വിനീഷ്യസ് ജൂനിയർ പന്തുമായിട്ട് ബോക്സിലേക്ക് എത്തുന്നു, ബോക്സിൽ നിന്ന് ഷോട്ട് തീർക്കുന്നു, അത് കീപ്പർ തട്ടുന്നു. തട്ടിയ അത് ക്ലിയർ ചെയ്യുന്ന ഡിഫൻഡറെക്കാളും അതിലേക്ക് ചാർജ് ചെയ്ത് എത്തിക്കൊണ്ട് കുഞ്ഞ അത് ഗോളാക്കി മാറ്റുന്നു. ഒരു ഓൺ ഗോളെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ ഗോൾ വന്നത്. പക്ഷേ അത് കുഞ്ഞയുടെ പേരിൽ തന്നെയാണ് ആ ഗോൾ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ഗോൾ എങ്ങനെയാണ്? വിനീഷ്യസിൻ്റെ ലൈൻ ബ്രേക്കിംഗ് ത്രൂ ബോൾ, അതിന് ഒരു ബാങ്കറിലൂടെ അഗെയിൻ ദിസ് മാൻ കുഞ്ഞ ഗോളാക്കി മാറ്റുന്നു. ആ ഗോൾ നമ്മൾ കാണുമ്പോൾ അത് ഫാർ പോസ്റ്റിലേക്കാണ് കുഞ്ഞ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് എന്ന് പോലും ചിന്തിച്ചു പോകും. ആ കീപ്പർ പോലും അതായിരുന്നു ചിന്തിച്ചിരുന്നത്. പക്ഷേ ഫസ്റ്റ് പോസ്റ്റിലേക്ക് തന്നെ ഒരു ബാങ്കർ തൊടുത്തു വിടുന്നു. അഗെയിൻ ദാറ്റ് മാൻ കുഞ്ഞ. മൂന്നാമത്തെ ഗോളോ വിനീഷ്യസ് ജൂനിയർ പക്കറ്റയുടെ ഒരു ലോഫ്റ്റഡ് ബോളിന് കൃത്യമായിട്ട് റൺ ചെയ്തുകൊണ്ട് ആ പന്ത് സ്വീകരിക്കുന്നു. ഒരു കൂൾ ഫിനിഷ്. ഗോൾ നമ്പർ 3, ബ്രസീൽ ലീഡിങ് 3-0. അങ്ങനെ ആ 3 ഗോളിലും വിനീഷ്യസിൻ്റെ ഒരു പങ്കാളിത്തം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും ആ മത്സരത്തിൽ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. നമ്മൾ മൊറോക്കോക്കെതിരെയുള്ള ആദ്യ മത്സരത്തിലും അദ്ദേഹം ഒരു ഗോൾ നേടുന്ന കാഴ്ച കണ്ടു. അതോടുകൂടി ഈ വേൾഡ് കപ്പിൽ 2 ഗോളുകളും ഒരു അസിസ്റ്റും കൂടിയായി 3 ഗോൾ കോൺട്രിബ്യൂഷൻ 2 മത്സരങ്ങളിലായിട്ട് വിനീഷ്യസ് നടത്തിയിരിക്കുകയാണ്. ഈ കാർലോ ആഞ്ചലോട്ടിയിൽ വിനീഷ്യസ് എത്രത്തോളം അൺസ്റ്റോപ്പബിൾ ആണ് എന്ന് നമ്മൾക്ക് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. നമ്മൾ റയൽ മാഡ്രിഡിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണെങ്കിൽ കൂടി ഇപ്പോൾ ഇതാ ബ്രസീലിൻ്റെ ടീമിലേക്ക് വരുമ്പോഴും ഒരു ഡേഞ്ചർ മാൻ ആയിട്ട് മാറുകയാണ് കാർലോക്ക് കീഴിൽ വിനീഷ്യസ് ജൂനിയർ. ഇപ്പോൾ വിനീഷ്യസ് അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ നിന്ന് 6 ഗോൾ കോൺട്രിബ്യൂഷനാണ് ബ്രസീലിൻ്റെ നാഷണൽ ടീമിന് വേണ്ടി നേടിയിട്ടുള്ളത്. അതൊന്നും ചില്ലറ ഒരു ചെറിയ ഒരു സ്റ്റാൻസ് അല്ല. വിനീഷ്യസിനെ സംബന്ധിച്ച്, ബ്രസീലിനെ സംബന്ധിച്ച് ബ്രസീൽ നിരയിൽ ഒരു കൺസിസ്റ്റൻ്റ് പ്രകടനമാണ് വിനീഷ്യസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാർലോ മാനേജർ എത്തിയതിന് ശേഷം എന്നാണ് അദ്ദേഹത്തിന് ഇത്രയും ഒരു അൺസ്റ്റോപ്പബിൾ പ്രകടനം അദ്ദേഹത്തിന് ബ്രസീലിനോടൊപ്പം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. കാർലോയും വിനിയും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അതൊരു പ്രത്യേക ഒരു രസമുള്ള കാര്യമാണ്. കാർലോക്ക് വിനീഷ്യസിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ആത്മവിശ്വാസം കൂടുതലാണ്. വിനീഷ്യസ് അത് കൃത്യമായിട്ട് തിരിച്ചും കൊടുക്കുന്നുണ്ട്. മൈതാനത്ത് തന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു ഫലം ആഞ്ചലോട്ടിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടിക്ക് വിനീഷ്യസിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകുന്നതും അത് അദ്ദേഹത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതുമൊക്കെ. അതോടെ ആ മത്സരത്തോടുകൂടി ബ്രസീലിനെ സംബന്ധിച്ച് ബ്രസീൽ അടുത്ത റൗണ്ടിലേക്കുള്ള യോഗ്യത ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ അടുത്ത മത്സരം സ്കോട്ട്ലൻഡിനെതിരെയുള്ള അടുത്ത മത്സരത്തിന് വേണ്ടി ബ്രസീൽ ഇറങ്ങുമ്പോൾ ബ്രസീലിൻ്റെ നിരയിൽ സാക്ഷാൽ നെയ്മർ ജൂനിയറുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കാർലോ ആഞ്ചലോട്ടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ ആ മഞ്ഞ ജേഴ്സിയിൽ നമുക്ക് അടുത്ത സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ മത്സരത്തിൽ ബ്രസീലിന് വിജയിക്കാൻ സാധിച്ചാൽ റൗണ്ട് ഓഫ് 32ലേക്ക് ബ്രസീൽ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ
അടുത്ത മത്സരം ആരും മിസ്സാക്കണ്ട. സാക്ഷാൽ നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം.